എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെൻ്റെ അടുക്കളയാണ്. അടുക്കളയിൽ കണ്ടില്ലേ ഈ നമ്മുടെ കടുകും അതേപോലെ ജീരകവും ഉലുവയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമാണിത്. എത്ര മെസ്സിയായിട്ടാണ് കിടക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ ഇതൊന്ന് ഓർഗനൈസ് ചെയ്തൊന്ന് വൃത്തിയാക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ ആൾക്കാർ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഏലക്കയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം കണ്ടില്ലേ. അപ്പം വേറെ പാത്രങ്ങളിലും ഉണ്ട്. അപ്പം എല്ലാം ഒരു ഇതിലൊന്നും അല്ല, പല ഒരു ബോക്സിലായിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്നും കണ്ട് വാങ്ങിച്ചതാണിത്. അപ്പം ഇത് നല്ല കണ്ടെയ്നറാണ്, എയർ ടൈറ്റ് ആയിട്ടുള്ളതാണ്. അപ്പം നന്നായിട്ട് എല്ലാം ഇട്ട് വെക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം ഞാനതിൽ കുരുമുളക് അതേപോലെ നമ്മുടെ ഉഴുന്ന് എല്ലാം അങ്ങനെ പരിപ്പ് പയറെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇത് കണ്ടില്ല, ഇതെല്ലാം പൊടി പിടിച്ചിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് എടുക്കണം. അപ്പം നമ്മളെന്തെങ്കിലും പെട്ടെന്ന് ഇത് കൂട്ടൊക്കെ എടുക്കുമ്പം പിള്ളേരും കൂടെ ഉണ്ടെങ്കിൽ പറയണ്ട, നമുക്ക് പിന്നെ ഇത് തൂത്ത് തുടച്ച് വെക്കാനുള്ള ആ ഒരു സമയമൊന്നും അപ്പം കിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോഴാണ് നമ്മളിതെല്ലാം ഒന്ന് ക്ലിയറാക്കി വെക്കാറല്ലേ. അപ്പം അങ്ങനെയാണ് അതാണ് ആ പൊടി പിടിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ പാത്രങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ന്യൂട്രലയുടെ ബോക്സിൽ കടുക്, അതേപോലെ അച്ചാർ കുപ്പിയിൽ പെരുംജീരകം, അങ്ങനെ എൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് ഞാൻ ഓരോന്ന് ഇട്ട് വെച്ചിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതേപോലെ സെയിം ആയിട്ടുള്ള പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് അതിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ആ ഒരു ആഗ്രഹം നടന്നത്. അപ്പം ഈ പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് 24 ഉണ്ട്. വലുതിൻ്റെ എന്ന് പറഞ്ഞാൽ 1100 ml ആണ് അതിൻ്റെ ഒരു സൈസ് പറയുന്നത്. അപ്പം അതിന് താഴെ 800, 500 അങ്ങനെയാണ് വരുന്നത്. അപ്പം ഏറ്റവും ചെറിയത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൽ നമുക്ക് ഒരുപാട് യൂസൊന്നും ഇല്ല. എന്തെങ്കിലും ഈസ്റ്റോ കായോ അങ്ങനെയുള്ള ചെറിയ ഇത് മാത്രമേ നമുക്കതിലിടാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്. അപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 420 സംതിങ് എങ്ങാണ്ട് വരുന്നത്. 24 പീസുണ്ട്. അപ്പം ഇത് ഞാനിനി ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഒതുക്കി പെറുക്കിയിട്ട് ഇതെല്ലാം എടുത്തിട്ട് ഇനി ഓരോ ബോക്സിലാക്കി വെക്കാൻ പോവാണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1100 ആ ഒരു ബോക്സിലോട്ട് ഞാൻ പരിപ്പ്, പയർ, അതേപോലെ വൻപയർ, ഗ്രീൻ ബീൻസ്, കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും കവറിൽ ബാക്കിയുണ്ട്. വീട്ടിൽ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് എല്ലാ മാസവും നമ്മുടെ ഇവിടെ കമ്പം എന്ന് പറയുന്ന സ്ഥലം അറിയാമല്ലോ എല്ലാവർക്കും. അവിടെ സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടുമല്ലോ. നമ്മൾ അവിടെ പോയിട്ടാണ്, ചേട്ടായി അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇട്ട് വെക്കാനായിട്ട്. അപ്പം പരിപ്പ്, പയർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണേ. അപ്പം ഈ പൊടികളൊക്കെ ഇരുന്ന ആ ഒരു സൈഡൊക്കെ ഇനി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് ഇതൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പം ചെറിയ സോയാബീനുണ്ട്, അതെല്ലാം ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ട് വെക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ചെറിയ സൈസിലുള്ള ആ ഒരു ബോക്സിലോട്ട് കുരുമുളക് അതേപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഈ മല്ലി, മുളക്, മഞ്ഞപ്പൊടി അങ്ങനത്തെ ഇതൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. ഈ മല്ലി മുളകും എല്ലാം നമ്മൾ കമ്പത്ത് പോയിട്ട് സാധനങ്ങൾ മേടിച്ച് ഉണക്കി പൊടിപ്പിച്ച് വെക്കുവാണേ. അപ്പം ഞാൻ അവിടെ ക്ലീൻ ആക്കിയിട്ട് അവിടെ ഞാൻ ഒന്ന് തുടച്ചിട്ട് എല്ലാം അടുക്കിയടുക്കി വെക്കുന്നുണ്ട്. അപ്പം ഇപ്പം തന്നെ കാണാൻ നല്ല രസമുണ്ട്. അപ്പം പഴയ പാത്രങ്ങളും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് തുടച്ച് കഴുകി എടുക്കുന്നുണ്ട്. അതിലും സാധനങ്ങൾ ഇട്ട് വെക്കാമല്ലോ. അപ്പം നല്ല കണ്ടെയ്നേഴ്സൊക്കെയാണ് എയർ ടൈറ്റ് ആയിട്ടുള്ളത്. അപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്ന് ഓർത്ത് അതും കൂടെ ഞാൻ കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ ശർക്കരയും അതേപോലെ നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറിയ പാത്രങ്ങളിൽ ഇപ്പോൾ കണ്ടില്ലേ, ജീരകം, കടുക്, അതേപോലെ ഗ്രീൻ ടീ, പിന്നെ നമ്മുടെ ചിയ സീഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ അതിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നല്ല ക്ലീനായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇരിക്കുന്ന കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. ഗ്യാസ് സ്റ്റവ് അടുത്തടുത്തായതുകൊണ്ട് എല്ലാ സാധനങ്ങളും കയ്യെത്തുന്ന ദൂരത്തുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.